നമസ്കാരം, ഞാൻ അമലക്ഷയ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സിനിമയിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ആർക്കാണെന്ന്? അതായത് പ്രശസ്തിയുടെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമയിലെ സൂപ്പർ താരത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തി കിട്ടുന്നത്, അല്ലേ? അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സംവിധായകന് കിട്ടുമെന്ന് കാണാം. ഇനി അതല്ല, നമ്മൾ പണത്തിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാക്കുന്ന ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസറാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ താരമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്ന സൂപ്പർ താരങ്ങൾ ഉണ്ടായത്? ഈ പറയുന്ന നമ്മുടെ വലിയ ലെജൻഡ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ MD ആണെങ്കിലും ലോഹിയാണെങ്കിലും അങ്ങനെ കുറേയധികം റൈറ്റേഴ്സ് നമ്മുടെ മലയാളത്തിലുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഈ പറയുന്ന റൈറ്റേഴ്സ് അവരുടെ തലച്ചോറ് ഉരുക്കിക്കൊണ്ട് ഉണ്ടാക്കിയ നല്ല നല്ല കഥകളിലൂടെയാണ് ഇത്തരത്തിൽ ആ കഥകളിൽ അഭിനയിച്ച് ഫലിപ്പിച്ചാണ് ഇത്തരത്തിൽ ഈ പറയുന്ന പല സൂപ്പർ താരങ്ങളും ഉണ്ടായത്. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമയിലുള്ള ഈ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കിയ അത്ര നേട്ടത്തിൻ്റെ ഒരംശം പോലും ഈ പറഞ്ഞ റൈറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മലയാളത്തിൽ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നടനാണല്ലേ, അതായത് ടോപ്പ് നടനാണ് ഇത്തരത്തിൽ മമ്മൂട്ടി. ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടനെയും അതുപോലെ തന്നെ മലയാളത്തിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു MD വാസുദേവൻ നായർ, അല്ലേ? അപ്പോൾ ഇവരെ രണ്ടുപേരെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പണവും പ്രശസ്തിയും ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും മമ്മൂട്ടിക്കാണെന്ന്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം തന്നെ ഇത്ര കാലവും നടന്നു വന്നിരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ ഒരു രീതി തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ഇനി അങ്ങോട്ട് ഈ രീതിയിൽ മാറ്റം വരാൻ പോവുകയാണ്. അതായത് നിങ്ങളൊരു തിരക്കഥാകൃത്താണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ നല്ലൊരു തിരക്കഥയുണ്ടെങ്കിൽ ഇനി നിങ്ങൾ സിനിമാക്കാരുടെ പിന്നാലെ നടന്നിട്ട് അത് സിനിമയാക്കാൻ വേണ്ടി നടക്കേണ്ട ആവശ്യമില്ല. പകരം കുറച്ചൊന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ സ്വയം ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാനിതിവിടെ വെറുതെ വന്നിരുന്ന് തള്ളുകയല്ല, പകരം ഗൂഗിളിൻ്റെ VO3യും ഫ്ലോയും എല്ലാം തന്നെ ഗൂഗിൾ ലാബ്സിൽ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഞാൻ സ്വയം ഒരു ടീസർ ബിൽഡ് ചെയ്തു. അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെയും ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്ത ആ ഒരു ടീസർ എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇത്തരത്തിൽ എന്താണ് VO3യും ഫ്ലോ എന്നും എങ്ങനെയാണ് ഗൂഗിൾ ലാബ്സ് ഉപയോഗിക്കേണ്ടതെന്നും ഞാനിത് എങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു ഫിലിം ടീസർ ഉണ്ടാക്കിയതെന്നും ഇതിനൊപ്പം തന്നെ ഫിലിം മേക്കിൻ്റെ ഭാവി സാധ്യതകൾ എന്തെല്ലാമാണെന്നും മലയാള സിനിമയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങളൊരു തിരക്കഥാകൃത്താണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ അവസരം കൂടി ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഗൂഗിൾ ലാബ്സ് എന്ന് നോക്കാം. അതായത് കുറേയധികം AI വെച്ചിട്ടുള്ള കുറേയധികം സാധനങ്ങൾ നമുക്കിന്ന് അവൈലബിൾ ആണല്ലേ. അപ്പോൾ ഇതിനെയെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് യൂസേഴ്സിന് മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ആശയത്തെയാണ് നമുക്ക് ഇത്തരത്തിൽ ഗൂഗിൾ ലാബ്സ് എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കുറേയധികം സാധനങ്ങളുണ്ട്. ആ പറയുന്ന ഗൂഗിൾ ലാബ്സിൽ VO3യും അതുപോലെ തന്നെ ഫ്ലോയും ഉപയോഗിച്ചുകൊണ്ട് അതിനെ രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ട് ഗൂഗിൾ ലാബ്സിലൂടെയാണ് ഞാൻ ഈ പറയുന്ന ആ ഒരു ഫിലിം ടീസർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഗൂഗിൾ ലാബ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തയ്യാറാക്കിയ ഒരു ടീസർ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഈ ഒരു ടീസർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എനിക്കറിയാം ഇതിൽ കുറേയധികം പോരായ്മകളുണ്ടെന്നുള്ള കാര്യം എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ VO3 എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അതായത് US-ലും കുറച്ചധികം കൺട്രീസിൽ മാത്രമാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ VPN ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഇത്തരത്തിൽ ഒരു ഫ്രീ വെർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 8 സെക്കൻഡുള്ള 10 ഷോട്ടുകൾ മാത്രമേ ഒരു മാസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ആ ഒരു 8 ഷോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും മുഴുവൻ 80 സെക്കൻഡ് ആണല്ലേ. ആ 80 സെക്കൻഡിൽ തന്നെ കുറേയധികം പ്രോംപ്റ്റ് കൊടുത്തിട്ട് കുറേ പ്രോംപ്റ്റുകൾ എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടാത്തത് കൊണ്ട് റീപ്രോംപ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ എനിക്ക് 10 സെക്കൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രീ പ്ലാനിനുള്ളിൽ നിന്നിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ്സ് വെച്ചിട്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു സാധനം ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേയധികം വീണ്ടും റീജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയായിരുന്നെങ്കിൽ, കുറേയധികം ക്രെഡിറ്റ്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ വീണ്ടും ബെറ്റർ ആക്കാനായിട്ട് പറ്റുമായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ രണ്ട് കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് ഇതൊരു ഫ്രീ പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കുറേയധികം കൂടി ബെറ്റർ ആക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്, അല്ലേ? അത് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. ഇനി ഇത് ബൈ ചെയ്യാമെന്ന് വെച്ചാലോ, അതായത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഇത് പെട്ടെന്ന് പോയിട്ട് ബൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഗൂഗിളിൻ്റെ ഈ ഒരു VO3 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആണല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഇത്തരത്തിൽ എന്താ പറയുക ഒരു ടെസ്റ്റിംഗ് സ്റ്റേജിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഇതിപ്പം എല്ലാ രാജ്യങ്ങളിലും കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ അവർ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അതിൽ നടത്തി വരികയാണ്. അപ്പോൾ ഈ VO3 എന്ന് പറയുന്ന ആ ഒരു സാധനം ഒരു 1-2 വർഷത്തിനുള്ളിൽ ഒരു VO5-ലോ 7-ലോ ഒക്കെ എത്തുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ആ ഒരു വെർഷൻ്റെ അതിനേക്കാളും എത്രയോ ഫാർ അഡ്വാൻസ് ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഫ്രീ വെർഷനിൽ എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് കുറച്ച് ഇൻപുട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്വാൻസ് വെർഷൻ വരുന്ന സമയത്ത് എത്രയധികം ബെറ്റർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്
ഈ ഒരു നിങ്ങളുടെ തിരക്കഥ സിനിമയാകുന്നതെന്നുള്ളൊരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഗൂഗിൾ ലാബ്സ്, എന്താണ് VO3, എന്താണ് ഫ്ലോ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ട് തന്നെ തുറന്ന് കാണിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ മാത്രം ഇത് മുന്നിലേക്ക് കണ്ടാൽ മതി. അല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ നിർത്തിപ്പോയിക്കോളും. അപ്പോൾ ഞാൻ ആദ്യം എന്താണ് VO3 എന്നും എന്താണ് ഫ്ലോ എന്നും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിനുശേഷം ഇത്തരത്തിൽ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ട് ഞാൻ എന്തെല്ലാം പ്രോംപ്റ്റുകളാണ് കൊടുത്തത്, എങ്ങനെയാണ് ഇത് ചെയ്തതെന്നും കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ് VEO3. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു വീഡിയോ ജനറേറ്റിംഗ് പ്രോഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റും, ഗൂഗിൾ അവതരിപ്പിച്ച. അതായത് ഇപ്പോൾ നമുക്കറിയില്ലേ, നമ്മൾ മിഡ്ജേണി ഉപയോഗിച്ച് അല്ലെങ്കിൽ ChatGPT ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. എന്നാൽ അതേപോലെ ഇമേജിന് പകരം നിങ്ങളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്ത് തരുന്ന ഗൂഗിളിൻ്റെ ഒരു അഡ്വാൻസ്ഡ് പ്ലാറ്റ്ഫോമാണ് VEO3 എന്ന് പറയുന്നത്. അപ്പോൾ കുറേയധികം പ്ലാറ്റ്ഫോമുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. എന്നാൽ അതിനെല്ലാം അപേക്ഷിച്ചുകൊണ്ട് എന്താണ് ഈ VEO3യുടെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ശരിക്കും ഒരു സംഭവം കാണുന്നത് അതേപോലെ റിയലിസ്റ്റിക് ആയിട്ട് ഔട്ട്പുട്ട് തരാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു VEO3യുടെ പ്രത്യേകത. ഇനി അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ വീഡിയോ ജനറേറ്റിംഗ് പ്ലാറ്റ്ഫോമുകളും ചെയ്യുന്ന എന്താണ്, നിങ്ങളൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരും അല്ലേ. എന്നാൽ VEO3യുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ മാത്രമല്ല ആ പ്രോംപ്റ്റിൽ ഓഡിയോ കൂടി ഇത്തരത്തിൽ ഈ ഒരു VEO3 ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു VEO3യിൽ വരുന്ന ഓഡിയോ എന്ന് പറയുന്ന ഇത്തരത്തിൽ ആ ഒരു ആംബിയൻസിൻ്റെ സൗണ്ട് ആവാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആവാം, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഡയലോഗുകളാവാം. അപ്പോൾ ഞാൻ ഈ കാണിച്ച ആ ഒരു ടീസറിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ആ ഒരു അവരുടെ കോൺവെർസേഷനും അല്ലെങ്കിൽ ആ ശബ്ദങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു വീഡിയോയുടെ കൂടെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ജനറേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഫ്ലോ എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് VEO3 ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. എന്നാൽ ഈ കോണ്ടന്റിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള പ്രോപ്പർ കണ്ടിന്യൂറ്റികൾ ഉണ്ടാവണം. അതായത് നിങ്ങൾ ആദ്യം ഒരു ഷോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അടുത്തൊരു രണ്ടാമത്തെ ഒരു ഷോട്ട് അവിടെ വെക്കണമെങ്കിൽ ആദ്യത്തെ ഷോട്ടിൻ്റെ കണ്ടിന്യൂറ്റി ഇവിടെ ഉണ്ടാകണമല്ലേ. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാനായിട്ട് ആ ഒരു ഷോട്ടിൻ്റെ ലെങ്ത് കൂട്ടാനും ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഗൂഗിൾ ലാബ്സിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ളത് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ട് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഗൂഗിൾ ലാബ്സിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഈ പറയുന്ന ആ ഒരു ചെറിയ ടീസർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കൊടുത്ത ആ ഒരു പ്രോംപ്റ്റ്, അതായത് എ സിനിമാറ്റിക് നൈറ്റ് സീൻ ഓൺ എ മൂൺലൈറ്റ് ഇന്ത്യൻ സീഷോർ ഇൻ 16th century ആൻ ഇന്ത്യൻ വാരിയർ ബ്ലഡ് ആൻഡ് സോക്ഡ് വിത്ത് ഫ്യൂരിയസ്, ആ ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു പ്രോംപ്റ്റിൽ പുള്ളി വിളിക്കുന്നത്, അതായത് കൃത്യ എന്ന് പറയുന്ന ഉറക്കെ വിളിക്കുന്ന ആ ഒരു ഡയലോഗും മലയാളത്തിൽ വേണമെന്നുള്ള രീതിയിൽ മലയാളം ടെക്സ്റ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് റൺ ചെയ്തു. ഏകദേശം ഒരു 1.5 മിനിറ്റ് 1 മിനിറ്റിനുള്ളിൽ ഈ ഷോട്ടുകൾ, എനിക്ക് 2 ഷോട്ടുകളാണ് ഡിഫറൻ്റ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ആ ഷോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ആ ഒരു ടീസറിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഒരു 2 ഷോട്ടുകൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ആ ഒരു ഷോട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എനിക്ക് അടുത്ത് വേണ്ടിയിരുന്ന ഷോട്ട് ഇത്തരത്തിൽ ആ ഒരു നായിക ആ ഒരു കടപ്പുറത്ത് കിടക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഉറപ്പിക്കേണ്ട കാര്യം എന്താണ്, അതായത് ഈ ഒരു സെയിം സ്ഥലത്ത് തന്നെ ആയിരിക്കണം ഈ ഒരു സംഭവം നടക്കേണ്ടത്. ആ ഒരു കളർ ഗ്രേഡും ആ ക്ലൈമറ്റും ആ സ്ഥലവും എല്ലാം തന്നെ സെയിം ആവണം അല്ലേ. അങ്ങനെ ഞാൻ വീണ്ടും അടുത്ത പ്രോംപ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓൺ ദ സെയിം മൂൺലൈറ്റ് ഇന്ത്യൻ സീഷോർ എ യങ് വുമൺ ലൈസ് ഓൺ ദ സാൻഡ് വിസിബിളി ഇഞ്ചേർഡ് ആൻഡ് വീക്ക്. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ആ ഒരു പ്രോംപ്റ്റ് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷോട്ടിൽ എനിക്ക് ശരിക്കും വേണ്ടിയിരുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുതിരയില്ലേ, ആ ഒരു നായകൻ വരുന്നത് വളരെ സ്പീഡിൽ വരുന്നത് കാണണമായിരുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ആ ഒരു രീതിയിൽ തന്നെയല്ല ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ വീണ്ടും പ്രോംപ്റ്റ് കൊടുത്തിട്ട് അങ്ങനെ മാറ്റാൻ പറ്റുമായിരുന്നു, പക്ഷേ വളരെ കുറച്ച് ക്രെഡിറ്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് 1000 ക്രെഡിറ്റ്സ് മാത്രമേ ഉള്ളൂ. 8 സെക്കൻഡ് ജനറേറ്റ് ചെയ്യുന്നതിന് 100 ക്രെഡിറ്റ്സ് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് വേസ്റ്റ് ആക്കണ്ടാലോ, ഇനി വീണ്ടും 1 മാസത്തേക്ക് കാത്തിരിക്കേണ്ടാലോ എന്നുള്ള രീതിയിൽ അത് തൽക്കാലത്തേക്ക് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അടുത്ത ഷോട്ട് ഏതാണോ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഞാൻ അടുത്ത ഷോട്ട് എനിക്ക് വേണ്ടിയിരുന്നത് ഈ നായികയെ അമ്പ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ ഞാൻ കൊടുത്ത സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആംബിയൻസും കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ സെയിം ആണ്.
എന്നാൽ പക്ഷേ അവിടെ ആ ഒരു നായിക മാറിയിട്ടുണ്ട്, അവരുടെ ഫേസ് മാറിയിട്ടുണ്ട്, അവരുടെ കോസ്റ്റ്യൂം മാറിയിട്ടുണ്ട്, അങ്ങനെ കുറേ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചു. അപ്പോൾ വീണ്ടും അത് മാറ്റം വരാതിരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും സെയിം പ്രോംപ്റ്റ് കൊടുത്ത സമയത്ത് വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് സൗണ്ട് ഇല്ല എന്നുള്ളത്. അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് VO3 ആയിരുന്നു ശരിക്കും കൊടുക്കേണ്ടത്, പക്ഷേ ഞാൻ പെട്ടെന്ന് ചെയ്ത സമയത്ത് അത് 2 ആയിപ്പോയി. അപ്പോൾ അങ്ങനെയും കുറേ ക്രെഡിറ്റ്സ് അവിടെ എനിക്ക് നഷ്ടപ്പെട്ടു. വീണ്ടും ഞാൻ ഒന്നുകൂടെ അത് ചെയ്തപ്പോഴത്തേക്കും വീണ്ടും പെട്ടെന്ന് ചെയ്തപ്പം വീണ്ടും അത് ശ്രദ്ധിച്ചില്ല, VO2 തന്നെ വീണ്ടും വന്നു. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും VO2ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം ആ ഒരു ഹൈപ്പർ റിയലിസ്റ്റിക്കൽ. ഇപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫേസ് കണ്ടാൽ ഒരു അത്ര ഒറിജിനാലിറ്റി തോന്നുന്നില്ല. എന്നാലും നമ്മൾ സെയിം മുമ്പ് എടുത്തിരുന്ന ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഞാൻ അടുത്ത പ്രോംപ്റ്റ് കൊടുത്തു. അടുത്ത പ്രോംപ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ആ ഒരു നായികയുടെ ഫേസോ കോസ്റ്റ്യൂമോ ഒന്നും കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ തൽക്കാലത്തേക്ക് അത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ അടുത്തൊരു ഷോട്ട് ഞാൻ ഇത്തരത്തിൽ ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴും ഇത്തരത്തിൽ അത് VO2ലേക്ക് മാറിയിട്ട് ഇത്തരത്തിൽ ടെക്നിക്കൽ എറർ കൊണ്ടാണോ എന്തോന്ന് എനിക്കറിയില്ല, VO2ലേക്ക് മാറിയിട്ട് എനിക്കത് പ്രോപ്പറായിട്ട് കിട്ടിയില്ല. വീണ്ടും ഞാൻ സെയിം മറ്റൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം പ്രോംപ്റ്റും കുറച്ചുകൂടെ മോശമായിട്ടാണ് വന്നത്, മറ്റെന്തൊക്കെയാണ് വന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ വീണ്ടും കുറേ കൂടെ എഫേർട്ട് ഇട്ടിട്ട് വീണ്ടും അടുത്തൊരു പ്രോംപ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ഇത് വന്നു, മോശമായിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും നായികയുടെ പുറത്തൊരു അമ്പ് തറച്ചിരിക്കുന്ന ഒരു ഷോട്ട് കൂടി വേണമായിരുന്നു, അറ്റ്ലീസ്റ്റ് ആ ഒരു ടീസർ തീർക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്, റിയലിസ്റ്റിക് ആണ് കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് കോസ്റ്റ്യൂമിൻ്റെ കളർ മാറിയിട്ടുണ്ട്, ആ ഒരു നായികയുടെ ഫേസിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കുറേയധികം ഷോട്ടുകൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ ആ ഒരു പോരായ്മയൊക്കെ മറികടക്കാനായിട്ട് ഞാൻ വീണ്ടും പ്രോംപ്റ്റ് ചെയ്തിട്ട് ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ആ ഒരു ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ തീർന്നു പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഇത് ഏകദേശം ചെയ്തതെന്ന്. ഇവിടെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൊരു ഡൗട്ട്, എങ്ങനെയാണ് ഈ ഒരു കണ്ടിന്യൂറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ആഡ് ടു സീൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്തരത്തിൽ മറ്റൊരു പ്ലാറ്റ്ഫോം ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ ഒരു എഡിറ്ററിലൊക്കെ എങ്ങനെയാണോ നമ്മൾ ഈ എഡിറ്ററിലൊക്കെ കാര്യങ്ങൾ പ്ലേ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു ഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് നിങ്ങളുടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്കത് VO3യിലേക്ക് മാറ്റിയിട്ട് ഒരു പ്രോംപ്റ്റ് ഇവിടെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കത് മാറ്റാൻ പറ്റില്ല, കാരണം ക്രെഡിറ്റ്സ് എല്ലാം തീർന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്താണ് വേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്നതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പുറത്തേക്ക് ഈ ഒരു ഔട്ട്പുട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടിന്യൂഷൻ എത്ര വേണമെങ്കിലും ഇവിടെ പ്രോംപ്റ്റ് കൊടുത്ത് ഈ ഒരു സീൻ്റെ മുഴുവൻ ഷോട്ട്സും ഇതിൽ തന്നെ മേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ മേക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ എന്താ സംഭവിക്കുക, ഇതിനകത്ത് എല്ലാം പ്രോപ്പർ കണ്ടിന്യൂഷൻ വരുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂഷനിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ഷോട്ടിൽ ഇത്തരത്തിൽ നായികയുടെ കളർ റെഡ് കളർ ഡ്രസ്സായിരുന്നു, രണ്ടാമത്തെ ഷോട്ടിലേക്ക് വന്നപ്പോൾ പച്ച ആവുകയാണെങ്കിൽ ആ പ്രോംപ്റ്റ് മാറ്റിയിട്ട് പച്ച മാറ്റിയിട്ട് റെഡ് ആക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലസ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോട്ടിനെ തന്നെ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ജമ്പ് ചെയ്ത് അടുത്തൊരു ഷോട്ടിലേക്ക് പോകണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രീ വെർഷൻ ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ ലൈവിൽ ജനറേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഏകദേശം എന്താണ് ഈ ഒരു ഗൂഗിൾ ലാബ്സ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ആവശ്യമുള്ള കുറേയധികം ഷോട്ടുകൾ ഞാനിങ്ങനെ ജനറേറ്റ് ചെയ്തെടുത്തു. അതിനൊപ്പം ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഡയലോഗും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഈ ഷോട്ടുകളെല്ലാം പ്രോപ്പറായിട്ട് ഞാൻ FCPയിലേക്ക് അടുക്കി വെച്ചിട്ട് അതിൽ എഡിറ്റ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് എടുത്തത്. അല്ലാതെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒറ്റയടിക്ക് ഒരു 10 സെക്കൻഡ് ഔട്ട്പുട്ട് അതേപോലെ എനിക്ക് കിട്ടിയതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ മുന്നിലേക്ക് ഒരു സിനിമ ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിനനുസരിച്ച് നിങ്ങൾ ആ ഓരോ ഷോട്ടുകൾ തയ്യാറാക്കി പ്രോംപ്റ്റ് ചെയ്തെടുത്തിട്ട് ആ ഓരോ ഷോട്ടുകൾ പിന്നെ ഇത്തരത്തിൽ എഡിറ്റർക്ക് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്തായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഗൂഗിളിൻ്റെ ഈ ഒരു VO3 എന്ന് പറയുന്ന ആ ഒരു പ്ലാൻ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻ്റായിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. ആ ഒരു സ്റ്റുഡൻറ്റ് പ്ലാനിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ 80 സെക്കൻഡ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ മാസം 15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ 15,000 രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 20 മിനിറ്റിലെ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഔട്ട്പുട്ട് കിട്ടില്ല. നമ്മൾ വീണ്ടും അത് പ്രോംപ്റ്റ് ചെയ്ത് ശരിയാക്കുന്ന സമയത്ത് കുറേയധികം നമ്മളുടെ ആ ഒരു എന്താ പറയുക നമുക്ക് ലഭിച്ചിരുന്ന ഒരു ടൈം കുറയുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ 15,000 രൂപ കൊടുത്താൽ പോലും നിങ്ങൾക്ക് 20 മിനിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും അതിൽ ആക്ച്വലി നിങ്ങൾ യൂസ് ചെയ്ത് വരുന്ന ആ ഒരു ഔട്ട്പുട്ടിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 4 മിനിറ്റോ 5 മിനിറ്റ് മാത്രമേ കാണൂ. ബാക്കി മുഴുവൻ കട്ട് ചെയ്ത് വേസ്റ്റായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഒരു 5 മിനിറ്റ് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി
15,000 വരെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസ് ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന AI ഫിലിം മേക്കിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെല്ലാം പഠിച്ചിരിക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ നിങ്ങൾ നല്ലൊരു തിരക്കഥാകൃത്തായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ തിരക്കഥ എഴുതാനുള്ള കഴിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഭാവന നിങ്ങൾക്കുണ്ടായിരിക്കണം. എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയുള്ളവർ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുന്നതെന്ന്. നിങ്ങൾക്ക് ആ ടാലൻറ്റ് എന്തായാലും ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാമതായിട്ട് നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എഴുതാനുള്ള ആ ഒരു നോളജാണ്. അതായത് ഒരു തിരക്കഥാകൃത്ത് എഴുതിയിട്ട് ഒരു സംവിധായകന് കൊടുക്കുന്ന സമയത്ത് പിന്നീട് സംവിധായകനാണ് തീരുമാനിക്കുന്നത് എങ്ങനെയായിരിക്കണം ആ ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതെന്ന്. അപ്പോൾ ഓരോ സീൻ എടുത്ത് വെച്ചിട്ട് അതിൽ ഓരോ ഷോട്ടുകൾ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ക്യാമറ ആംഗിൾ എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതി അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ഷൂട്ടിംഗ് എളുപ്പമാക്കാൻ വേണ്ടി സംവിധായകൻ കുറിച്ച് വെക്കുന്നതിനെയാണ് നമ്മൾ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അത് ഓരോരുത്തരുടെ ശൈലിയിലാണ് എഴുതുന്നത്. അപ്പോൾ അത് തയ്യാറാക്കാനുള്ളൊരു നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇനി അടുത്ത് നിങ്ങളൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാൻ പഠിച്ചിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങളൊരു സീനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കേണ്ടതെന്ന് മാലിക് എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇത്തരത്തിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. അതായത് എങ്ങനെയാണ് പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തുകൊണ്ട് എങ്ങനെ ഔട്ട്പുട്ട് എടുക്കണമെന്നുള്ളത്. അതായത് ഇപ്പോൾ പലരും വെറുതെ ChatGPT പോയിട്ട് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഔട്ട്പുട്ട് എടുക്കാറുണ്ട്, നല്ലതാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള പ്രത്യേകിച്ച് ഫിലിം മേക്കിംഗ് പോലെയുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ര ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ എന്താണോ മനസ്സിൽ കണ്ടത് അത് കൃത്യമായിട്ട് AI ആ ഒരു ടെക്നോളജിയെ AI പറഞ്ഞ് മനസ്സിലാക്കുന്ന ആ ഒരു ലാംഗ്വേജാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ എത്രത്തോളം നന്നായി പഠിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളും ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനൊപ്പം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കൂടി പഠിക്കുകയാണെങ്കിൽ ഈ 4 കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് AI ഫിലിം മേക്കിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി AI ഫിലിം മേക്കിങ്ങിൻ്റെ ആ ഒരു ഭാവി സാധ്യതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതായത് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇത്തരത്തിൽ നാളെ തന്നെ സിനിമയെല്ലാം നിന്നിട്ട് ഇത്തരത്തിൽ മുഴുവൻ AI ആയിട്ട് മാറുമെന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ട ഒരു 10 സെക്കൻഡ് വിഷ്വൽ എനിക്ക് ഏകദേശം ഒരു 75-80% ക്വാളിറ്റിയോടുകൂടി ഔട്ട് ഇറക്കാനായിട്ട് ഇപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ, അതും ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ ലിമിറ്റേഷൻസിനുള്ളിൽ എനിക്കത് പറ്റുന്നുണ്ടെങ്കിൽ അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ഗൂഗിളിൻ്റെ VO3 മാറിയിട്ട് ഒരു VO5 7 ഒക്കെ വരുന്ന സമയത്ത് അത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വന്നതുകൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ പറയുന്നൊന്നും വിശ്വസിക്കാത്ത ചില വസന്തങ്ങൾ ഇപ്പോഴും ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 15-20 വർഷം മുമ്പ് നോക്കുകയായിരുന്നെങ്കിൽ അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പത്രമാധ്യമ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ അതാണോ സ്ഥിതി? അല്ല. ആ ഒരു പത്രമാധ്യമ സ്ഥാപനങ്ങളുടെ എല്ലാം പ്രിവിലേജ് പോയിക്കൊണ്ട് സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. ആ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ആർക്കും എന്തും ജനങ്ങളിലേക്ക് പറയാം. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പോലും ഇത്തരത്തിൽ പത്രസമ്മേളനത്തിനേക്കാളും വിളിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ലൈവിലൂടെയും പോസ്റ്റിലൂടെയൊക്കെ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ആ ഒരു പ്രിവിലേജ് ഇപ്പോൾ പോയി ഇല്ലേ, പത്രമാധ്യമങ്ങൾക്ക് ആ ഒരു പ്രിവിലേജ് പോയി. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന ടൂളുകൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആ ഒരു ഫിലിം പീപ്പിളിൻ്റെ ആ ഒരു പ്രിവിലേജ് നഷ്ടപ്പെടുന്നതായിരിക്കും. കഴിവുള്ള ആർക്കും അവരുടെ തിരക്കഥ സിനിമയാക്കാൻ പറ്റുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു 5 കൊല്ലത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണ്? അതായത് ഈ പറയുന്ന AI ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന സംഭവം കുറേ കൂടെ ചീപ്പാകും. ചീപ്പായതിനു ശേഷം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും കൂടുതൽ അഡ്വാൻസ് ആവുകയും ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന 3 കോടിയുടെ അല്ലെങ്കിൽ 5 കോടിയുടെയൊക്കെ ആ ഒരു സ്മോൾ ബഡ്ജറ്റ് സിനിമയില്ലേ, ആ ഒരു സിനിമയൊക്കെ ഇത്തരത്തിൽ കുറേയധികം മുഴുവൻ AI ആയിട്ട് മാറുന്നതായിരിക്കും. അല്ലെങ്കിൽ കുറേയൊക്കെ AI വെച്ച് ചെയ്തിട്ട് ബാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ മാത്രം ക്യാമറ വെച്ചെടുക്കുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കേരളത്തിലുള്ള ആർക്കും ടാലൻ്റുള്ള ആർക്കും തൻ്റെ തിരക്കഥ വീട്ടിലെ സ്വന്തം ലാപ്ടോപ്പിൽ ചെയ്ത് ഇറക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളൊരു സിനിമ വീട്ടിൽ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 മാസം എടുത്തിട്ട് ഈ AI ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോണ്ടന്റ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലോ യൂട്യൂബിലോ ഹോട്ട്സ്റ്റാറിലോ എവിടെയും വിൽക്കാൻ പറ്റുന്നതാണ്. ഇത്തരത്തിൽ അത് നല്ലതാണെങ്കിൽ ആളുകൾ കാണുകയും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ വളർന്നു വരികയും ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിനേക്കാളും വലിയൊരു സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ തന്നെ തിരക്കഥയിൽ നിങ്ങൾക്ക് തന്നെ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്കറിയില്ലേ, സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കഥ ആളുകൾ കാണൂ എന്നുള്ളൊരു കാലമൊക്കെ മാറി വരികയാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കഥയിൽ നായകനാവണമെങ്കിൽ നിങ്ങളുടെ കുറേയധികം ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കഥാപാത്രത്തിൻ്റെ ഫേസ് നിങ്ങളായി മാറുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങളൊരു 10 സിനിമ അല്ലെങ്കിൽ ഒരു 15 സിനിമ ചെയ്തു, ആ 15 ഒരു 10 ഹിറ്റ് ആണെങ്കിൽ നിങ്ങൾ അടുത്ത സൂപ്പർ സ്റ്റാർ ഓട്ടോമാറ്റിക്കായിട്ട് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട്. ഇനി അതല്ല, ഒരു സൂപ്പർ സ്റ്റാറിനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ എടുത്തുകൊണ്ട്
യൂസ് ചെയ്തുകൊണ്ടോ അല്ലാതെ തന്നെ ഇത്തരത്തിൽ ആ ഒരു സിനിമയുടെ ഭാഗം അദ്ദേഹത്തെ ആക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇനിയും സിനിമയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. അമേരിക്കയിൽ എന്താണോ ഇന്ന് നടക്കുന്നത് അതാണ് കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഓക്കെ, അമേരിക്കയിൽ എന്നോ കാലത്ത് ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം 10-15 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വന്നത്. അതുപോലെ തന്നെ അമേരിക്കയിൽ മാത്രം ആയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു VO3 എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം അവർ തുറന്നു കൊടുത്തിരുന്നത്. അതിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സംഭവം തന്നെ ഒരു 5-10 വർഷം കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നേ ഇത് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിലിം മേക്കിങ്ങിൻ്റെ ആ ഒരു സാധ്യത എന്തെല്ലാമാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു റൈറ്റർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതായത് ഈ ഒരു പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ട് യൂസ് ചെയ്ത സമയത്ത് ഈ ഒരു 10 മിനിറ്റിൻ്റെ ടീസർ മോശമല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി. അതായത് എനിക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ഈ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ഞാൻ എന്തായാലും ഈ ഒരു ഗൂഗിളിൻ്റെ അൾട്രാ പ്ലാൻ എന്തായാലും ഞാൻ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് വേണ്ട ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് ആയിക്കോട്ടെ, 2 വട്ടമായിട്ട് പർച്ചേസ് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, ആ ഒരു പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം, ഒരു 5 മിനിറ്റിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല, ആ ഒരു ഷോർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് ഇന്ന് വരെ ആരും ഈ ഒരു VO3 ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഹൈപ്പർ റിയലിസ്റ്റിക് ഷോർട്ട് ഫിലിം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം വരികയാണെങ്കിൽ, ഫുൾ ബേസ്ഡ് വരികയാണെങ്കിൽ അത് നല്ലൊരു കഥയായിരിക്കണം അല്ലേ? അപ്പം വെറുതെ ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് കഥ എടുത്തിട്ട് ചെയ്യുന്നതിൽ നല്ലൊരു കഥ ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല കഥ, അതായത് ഒരു 5 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ ഡ്യൂറേഷനിൽ നിൽക്കുന്ന നല്ല ഷോർട്ട് ഫിലിമിന് മറ്റേ കഥയുണ്ടെങ്കിൽ ആ കഥ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ, ആ കഥ നല്ലതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതിനെ ഇത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സിനിമയാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മെയിൽ ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിലേക്ക് നിങ്ങളുടെ ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സിനോപ്സിസ് അയക്കുക. അപ്പോൾ ആ കഥ അത്ര നല്ലതാണെങ്കിൽ, എനിക്കത് ആ ഒരു സിനോപ്സിസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആ ഒരു സംഭവം, ആ ഒരു സാധനം കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്ത് ഇത്തരത്തിൽ ഷോർട്ട് ഫിലിം ആക്കാനായിട്ട് ശ്രമിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും കംപ്ലീറ്റ് ഒരു പരീക്ഷണമാണ്. ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കുറേ സമയം പോകും അല്ലേ? അതുപോലെ തന്നെ എന്താ പറയുക, ഫെയിൽ ആയാൽ എന്താ, ഞാൻ ബൈ ചെയ്യുന്ന ആ ഒരു പ്ലാനിൻ്റെ പൈസ പോകുന്നുള്ളത്. പക്ഷേ ഇതൊക്കെ നമ്മളൊരു ഒരു പരീക്ഷണമായിട്ട് കണ്ടിട്ട് ഫെയിൽ ആകുന്നെങ്കിൽ ആകട്ടെ, ആയാലും നമുക്കെന്താ അടുത്ത അഡ്വാൻസ് വെർഷൻ വരുമ്പോഴൊക്കെ തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു പക്ഷേ സക്സസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എന്തായാലും സക്സസ് ആയാലും ഇല്ലെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് വീഡിയോ എന്തായാലും നമ്മൾ പബ്ലിഷ് ചെയ്യും. നിങ്ങളെന്ന റൈറ്ററുടെ പേരും അതിൽ റൈറ്ററായിട്ട് എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളെ പോലുള്ള ആയിരക്കണക്കിന് റൈറ്റേഴ്സിന് അത് പ്രചോദനമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് എൻ്റെ ബാക്കി വർക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും